Now question number 24. Ray optics ആണ്. Two immiscible liquids of refractive indices എത്രയൊക്കെയാണ് 8/5, 3/2 respectively are put in a beaker as shown in figure. The height of each column is 6 cm. A coin is placed at the bottom of the beaker for near normal vision. എന്ന് വെച്ചാൽ ആൾമോസ്റ്റ് കുത്തനാണ് നോക്കുന്നത്. The apparent depth of the coin is α/4 cm. α/4. The value of alpha. Apparent depth അല്ലേ. അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? n is equal to, അതായത് mu is equal to റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്, ഓർ അപ്പാരൻറ്റ് ഡെപ്ത് is equal to റിയൽ ഡെപ്ത് ബൈ mu. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ടോട്ടൽ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ T1/μ1 പ്ലസ് T2/μ2. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ T1 എത്ര ഇവിടെ? 6 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് രണ്ടാമത്തതും 6 ഡിവൈഡഡ് ബൈ 8/5. ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 2നെ ഇവിടെ മുകളിലേക്ക് പോയാൽ ഇവിടെ 12 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 8. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ 24ന് ഞാൻ LCM എടുക്കാം. 24 അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി അല്ലേ? 2 8 16, ബാക്കി 1 1 8 96 പ്ലസ് ഇവിടെ 3 കൊണ്ട് കൊടുത്താൽ 90 ആയി. 90 186 ഡിവൈഡഡ് ബൈ 24. 186 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ അല്ലാത്ത നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ 180, അപ്പോൾ 93 ഡിവൈഡഡ് ബൈ 12. 93 ഡിവൈഡഡ് ബൈ 12. രണ്ടിലും 3 എന്തായാലും പോവല്ലോ. 90ൽ 3 എത്ര ഉണ്ട്? 30ൽ 10, അപ്പോൾ 31 ഡിവൈഡഡ് ബൈ 4. 30, അപ്പോൾ ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് ആൻസർ തന്നിട്ടുള്ളത്. കണ്ടോ? therefore alpha is equal to 31. The value of alpha is 31. That's the final answer.